ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ ഉയർച്ചയുടെ അത്രയും കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ആലോചിക്കുമ്പോ നിങ്ങള് പടവല കൃഷിയെ പറ്റിയാണ് ആലോചിക്കുന്നത്. അതുപോലെ താഴേക്ക് താഴേക്കേ നിങ്ങൾ വളരും. പിന്നെ തന്റെ സംസാരം കൂടി ആവുമ്പോ ബഹു ഗെയിമായിരിക്കും. മുഖത്ത് നോക്കി നമ്മൾ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ അപ്പൊ അത് പുള്ളിക്കാരന് മനസ്സിലാവും. 10 തലയാ തനി രാവണൻ. മുൻപ് ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. ഒരു പാവം പെങ്കൊച്ചായിരുന്നു. ഒരിക്കലും ഇവിടുത്തെ ഇളയ മകന്റെ അനുവാദം ഇല്ലാതെ അവൾ ആ മുറി കയറി. എന്നിട്ട് മുറി ക്ലീൻ ചെയ്യാൻ അവള് കയറിയത്. ആ കൂട്ടത്തില് അവിടുത്തെ അലമാര അറിയാതൊന്ന് തുറന്നു. അലമാരിക്കകത്ത് അകത്ത് ഇത്ര നീളമുള്ള ഇരട്ടക്കുഴൽ തോക്ക്. ഈ ഇരട്ടക്കുഴൽ തോക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇല്ല. ഒറ്റ വെടി വെച്ചാ മതി. ഒരു ഉണ്ട മുറിഞ്ഞ് 2 കുഴലിലൂടെ വന്ന് ദേഹത്തിന്റെ 2 ഭാഗത്ത് ഒരേ സമയം തുളച്ചു കയറും. ഉദാഹരണത്തിന് തന്റെ ഒരു കാലിലാണ് വെടിവെച്ചെന്ന് വിചാരിക്കുക. ഒരു കാലിൽ വെടിവെച്ചാ മതി, 2 കാലിലും ബുള്ളറ്റ് കയറും. എന്നിട്ട് ആ പെങ്കൊച്ചിന് എന്തു പറ്റി? പറയാം. അവൾ ആ തോക്കിൽ കൈവച്ചു. എന്നും പറഞ്ഞ ഒറ്റ അടി. അവള് താഴെ വീണു. തിരിഞ്ഞു നോക്കിയപ്പോ മുന്നിൽ ഇവിടുത്തെ രമാമ്മയുടെ ഇളയ മകൻ അഖിൽ സാറിന്റെ മാസ് എൻട്രി. ആ പെൺകുട്ടി പേടിച്ചു. അഖിൽ സാർ അവളുടെ മുടിക്കുത്തി കീറി പിടിച്ചു. ഒലിച്ചു വാരി കുത്തിയെടുത്തു. തലങ്ങനെ വിലങ്ങനെ നിലത്തും ചുമരിലിട്ടടിച്ചു. ആ പെണ്ണിന്റെ മെഡിലെ 9ാം ഘട്ട പുറത്തിയാടി. പിന്നെ അത് പ്ലേറ്റിൽ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പാവം, അതോടെ അവളുടെ ഓർമ്മശക്തി നഷ്ടായി. പിന്നെ ആരും ആ മുറിയിൽ കയറിയിട്ടില്ല. പക്ഷെ അയാളുടെ പേര് പോലും ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. പറയില്ല, അങ്ങനെ ആരും പറയില്ല. പേര് പറയാൻ പോലും ആരും ധൈര്യപ്പെടില്ല. അത്രയ്ക്ക് പേടിയാ. താൻ ചോദിക്കാനൊന്നും പോണ്ട. താൻ ചോദിച്ചു എന്നറിഞ്ഞ എന്റെ കാര്യം പോക്കാം, തന്റെയും. അതുകൊണ്ട് ഇനിയൊരിക്കലും അഖിൽ സാറിന്റെ മുറി കയറരുത്. ഈ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയുകയും ചെയ്തത്. പനി എങ്ങനെയുണ്ട്? അല്പ ആശ്വാസമുണ്ട്. അല്ല, നീ അമ്പൂരിക്കടുത്ത് സ്ഥലം വല്ലതും വാങ്ങിച്ചോ ഈ ഇടയ്ക്ക്? അതെ, വാങ്ങി. ഒരു 3.5 ഏക്കറുണ്ടത്. എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത്? അതിനിപ്പോ ഇത്ര പറയാൻ എന്തിരിക്കുന്നു? സ്ഥലം വാങ്ങുന്നതും ബിസിനസ് ചെയ്യുന്നതും ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതൊക്കെ ശരി. ഞാൻ അറിഞ്ഞത് അതൊരു കൃഷിസ്ഥലമാണെന്നാണല്ലോ. ഞാനും മഹിയും കുറച്ച് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ അത് വേണ്ടല്ലോ. ഞാനിപ്പോ വാങ്ങിയ സ്ഥലം കൃഷിയിടം തന്നെയാ. അതില് എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് കൃഷി ചെയ്യണമെങ്കിൽ വേറെ സ്ഥലം വാങ്ങിക്കൂ. എന്തിനാ കൃഷി നശിപ്പിക്കുന്നത്? കൃഷി ചെയ്യാനുള്ള മണ്ണിൽ അതല്ലേ ചെയ്യേണ്ടത്. അടുത്ത വർഷത്തെ കർഷകശ്രീ അവാർഡ് മോഹിച്ചല്ല ഞാൻ ആ സ്ഥലം അവിടെ വാങ്ങിയത്. ആ 3 ഏക്കറിൽ പൊങ്ങാൻ പോകുന്നതേ രമാ ബിൽഡേഴ്സിന്റെ ഫ്ളാറ്റുകളാ. അതിലുള്ള ജോലികൾ ഉടനെ തുടങ്ങും. എന്തിനാ രമയ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? ഫ്ളാറ്റ് പണിയാൻ എന്തിനാ ആ സ്ഥലത്തെ കൃഷി ഇല്ലാതാക്കുന്നത്?
ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ എന്തിനാ ഇങ്ങനെ മുടക്ക് വർത്താനം പറഞ്ഞോണ്ട് വരുന്നത്? അവിടെ ഞാൻ പണി കഴിപ്പിക്കുന്ന ഒരു ഫ്ലാറ്റിന്റെ വില എത്രയാവാൻ പോകുന്നത് നിങ്ങൾക്കറിയോ? അത് നിങ്ങള് അച്ഛനും മോനും ഈ ആയുസ് മുഴുവനും കൃഷി ചെയ്താൽ കിട്ടാത്ത അത്രയും വലിയൊരു തുകയാണ്. ഞാനിവിടെ കോടികളുടെ കാര്യം പറയുമ്പോ നിങ്ങൾ പറയുന്നത് പാവക്കയുടെയും വാഴക്കുലയുടെയും കാര്യങ്ങളാ. എന്റെ സ്ഥാനത്ത് നിന്ന് ഇതൊക്കെ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളാ. ഭർത്താവും ഇളയ മകനും മണ്ണിനെ ഗാഢമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാ ഞാൻ ഇതിലേക്കൊക്കെ ഇറങ്ങിയത്. അറിയാവല്ലോ എല്ലാം. നീ ഇതൊക്കെ ചെയ്യാൻ ഇറങ്ങിയെങ്കിലേ അതാരുടെ കാശ് കൊണ്ടാണെന്ന് നീ പറ. ഇപ്പൊ നീ വാങ്ങിയെന്ന് പറഞ്ഞ ആ സ്ഥലം എനിക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? അപ്പോ തീരുമാനം എടുക്കുമ്പോ എന്റെയും കൂടി അനുവാദം വേണം. കൃഷിസ്ഥലം കൃഷിക്ക് തന്നെയാ, അവിടെ ഫ്ളാറ്റിന്റെ ആവശ്യമില്ല. നീ അതിനായിട്ട് തുനിഞ്ഞിറങ്ങിയേ വേണ്ട. ആ പേരും പറഞ്ഞ് ഒരു ലോഡും മണ്ണെങ്ങാനും അവിടെ തട്ടിയാൽ എന്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ തീരുമാനിച്ചിടത്തുനിന്ന് മാറില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി കൂടുതലൊന്നും ആലോചിക്കുന്നില്ല. ഇനി ആരുടെ സ്വഭാവം മാറിയാലും ശരി, അവിടെ എന്റെ ഈ പ്ലാനേ നടക്കൂ. നിങ്ങളൊക്കെ നന്നാവാത്തതിന്റെ കാര്യം എന്താണെന്നറിയൂ? ഞാൻ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ ഉയർച്ചയുടെ അത്രയും കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ആലോചിക്കുമ്പോ നിങ്ങള് പടവല കൃഷിയെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. അതുപോലെ താഴേക്ക് താഴേക്കേ നിങ്ങൾ വളരും. ഉം? ഉം. എല്ലാം എടുത്തല്ലോ അല്ലേ അമ്മ? അമ്മ വിഷമിക്കണ്ട. ദേവി എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല.